ഹലോ ഹായ് അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾക്കിവിടെ സുഖമാണ്. അങ്ങനെ കല്യാണം സൽക്കാരമൊക്കെ കഴിഞ്ഞു. ആ ആഴ്ചയിൽ തന്നെ ഞങ്ങളൊരു ഫാമിലി ട്രിപ്പ് പോയിട്ട് ആ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ടൊക്കെ ഇഷ്ടമാവണമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാ ഒരു 3 മണിയായപ്പോഴത്തേനും ഞങ്ങൾ കൂടെയൊക്കെ കഴിഞ്ഞു, ഡ്രസ്സൊക്കെ മാറി റെഡിയായി. പിന്നെ നല്ലൊരു വിശപ്പിട്ട് അപ്പോൾ ചായയൊക്കെ ഇട്ട് കുടിക്കുകയാണ്. പിന്നെ വീട്ടിൽ നിന്നുള്ള എല്ലാവരും ഞങ്ങളെടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരും കേട്ടോ, വണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ റെഡി ആയി കൊണ്ടിരിക്കുകയാണ്. ഇതാ ഞങ്ങൾ വാതിലൊക്കെ പൂട്ടി ഇറങ്ങിയിട്ട് അപ്പം ഓരൊക്കെ അവിടെ നിന്ന് പോകാൻ നിൽക്കണേ. അങ്ങനെ ഇതാ വാതിലൊക്കെ പൂട്ടി ഞങ്ങൾ ഇറങ്ങിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോണത് ഊട്ടിക്കാണ് കേട്ടോ. അപ്പോൾ ആർക്കും അത്ര വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ല. 2-3 പ്രാവശ്യം എല്ലാവരും പോയ സ്ഥലം തന്നെയാണ്. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞു, എല്ലാവരും കൂടി ഫാമിലി ആയിട്ട് പോകുമ്പോൾ നല്ലൊരു രസമല്ലേ. അപ്പോൾ വൺ ഡേ ട്രിപ്പ് നമ്മൾ നോക്കിയപ്പോൾ ഊട്ടിയാണ്. ഒരു ദിവസം കൊണ്ട് പോയി വരാൻ മുഴുവൻ സ്ഥലം കാണാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് സ്ഥലമൊക്കെ കണ്ടു വരാമെന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ പോണത്. പിന്നെ സ്കൂളും മദ്രസൊക്കെ ഉള്ളതുകൊണ്ട് 2-3 ദിവസം ലീവ് എടുത്ത് നിൽക്കാനൊന്നും പറ്റൂല. അപ്പോൾ അതാ നമ്മൾ വണ്ടിയിലൊക്കെ കയറി പോകണം. എല്ലാവരും നല്ല ഉറക്കനിട്ട്. എന്താണെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് പിറ്റത്തെ ആഴ്ച ഞങ്ങൾ ട്രിപ്പ് പോകുന്നതുകൊണ്ട് ആർക്കും അങ്ങനെ ക്ഷീണമൊന്നും മാറിയിട്ടില്ല തോന്നുന്നുണ്ട് കേട്ടോ. കല്യാണം കഴിഞ്ഞ് അന്ന് തൊട്ട് തുടങ്ങിയ സൽക്കാരാണ്. കല്യാണം കഴിഞ്ഞോ പിറ്റേ ദിവസം അങ്ങനെ അടുപ്പിച്ച് സൽക്കാരങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ആർക്കും അങ്ങനെ റെസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇനി അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു ഫാമിലി ട്രിപ്പ് ഇങ്ങനെ പോകുമ്പോൾ നല്ല രസമല്ലേ, എല്ലാവരും കൂടിയൊക്കെ ആയിട്ട് ഒരു ദിവസമൊക്കെ ഇങ്ങനെ യാത്രയൊക്കെ പോയി ഇങ്ങനെ വരുമ്പോൾ അതൊരു വേറൊരു സന്തോഷം തന്നെയല്ലേ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഒരു ട്രിപ്പ് പോയത്. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ പോവുകയാണ്. കുട്ടികൾക്കൊക്കെ നല്ല സന്തോഷമായിന് കേട്ടോ, അവരൊക്കെ നല്ല ഹാപ്പിയിലായിന്. ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ കിടന്നുറങ്ങുന്നുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും സെറ്റായി ഉഷാറായി. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളൊരു കടയിലൊക്കെ നിർത്തി ചായയൊക്കെ കുടിച്ചിട്ട് ഒരു 5 മണി 5:30 ആയപ്പോൾ നമ്മൾ ഒരു കടയിലൊക്കെ നിർത്തി ചായയൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ പോവുകയാണ്. അപ്പോൾ അങ്ങനെ രാവിലെയൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിട്ട് കാണാൻ. പിന്നെ കുറേ എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗങ്ങളാട്ടോ ഞാൻ വീഡിയോ എടുത്തത്. എന്തായാലും ഊട്ടി ട്രിപ്പ് മുഴുവനായി വീഡിയോ എടുക്കാൻ ഒരിക്കലും കഴിയൂല. അപ്പോൾ ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തുകണേ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടുനോക്കി. അപ്പോൾ ആങ്ങളുടെ ക്ഷീണമൊന്നും ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ. എല്ലാവരും നല്ല വർക്ക് തന്നെയാണ്. അപ്പം നമ്മൾ ഇങ്ങനെ ഡ്രൈവർ ചോദിക്കണുണ്ട്, ഇതെന്താ നിങ്ങൾ ഉറങ്ങാൻ വന്നതാണോ സ്ഥലം കാണാൻ വന്നതാണോ എന്നൊക്കെ ഡ്രൈവർ ചോദിക്കണുണ്ട്. കുറേ ആൾക്കാർ ഉറങ്ങുന്നുണ്ട്, കുറേ ആൾക്കാരിങ്ങനെ കാഴ്ചകൾ കാണുന്നുണ്ട്. അപ്പം എൻ്റെ 2ാമത്തെ ആങ്ങളേണ്ടത്. അപ്പോൾ ഇവരൊക്കെ നല്ല ഒന്നാമത് കല്യാണം കഴിഞ്ഞാൽ ക്ഷീണമൊന്നും ശരിക്കും വിട്ടിട്ടില്ല. അതാണ് ഭയങ്കര വർക്ക് ക്ഷീണമൊക്കെ ഉള്ളത്. പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് സെറ്റായിട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ കുറേയൊക്കെ അങ്ങനെ പോകുന്ന ഊട്ടിയിലൊക്കെ എത്താൻ കണ്ട് ഈ നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ വണ്ടിയൊക്കെ നിർത്തി. പിന്നെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. നല്ല തണുപ്പുണ്ടായിന്. ഇതിൻ്റെ മുന്നേ 2-3 പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഇത്ര തണുപ്പുണ്ടായിട്ടില്ല കേട്ടോ. എന്താണെന്നറിയില്ല, നല്ല തണുപ്പുണ്ടായിന്. മഞ്ഞൊക്കെ നല്ല അങ്ങോട്ട് മഴ പെയ്യണ പോലെ ഇങ്ങനെ പെയ്യട്ടോ. മഞ്ഞൊക്കെ നല്ല അങ്ങോട്ട് കോടൊക്കെ വന്നിട്ട് നല്ല രസമുണ്ടായിന് കാണാൻ. പക്ഷെ നല്ല തണുപ്പുണ്ടായിന് കേട്ടോ. തണുപ്പ് സഹിക്കാൻ പറ്റാത്തവർക്കൊന്നും തീരും കഴിയൂല. പിന്നെ നമ്മളാണെങ്കിൽ അങ്ങനെ തണുപ്പുണ്ടാവുമെന്നൊന്നും വിചാരിച്ചിട്ടുമില്ല കേട്ടോ. അങ്ങനെ ബെഡ്ഷീറ്റ് പുതപ്പ കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടില്ല. പിന്നെ ഒരു ദിവസത്തെ കാര്യമില്ലുള്ളൂ വിചാരിച്ചിട്ട് അങ്ങനെ ഒന്നും നമ്മൾ എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ അതൊന്നും നോക്കിയില്ല കേട്ടോ. പിന്നെ ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മൾ എടുത്ത്. അപ്പോൾ നമ്മളെ കൂടുതലുള്ള ഡ്രൈവർ നല്ല വൈബ് ചെയ്തിട്ട് ആളെ നമുക്കെല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആളേനെ എടുത്ത് നിൻ്റെത്. അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പിന്നെ വീണ്ടും യാത്ര തന്നെ. അപ്പോൾ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കാണുമ്പോഴാട്ടോ ഞാൻ ഈ ഫോൺ ഓണാക്കി അത് ഓണാക്കി ക്യാമറ നോക്കി വരുമ്പോഴത്തേന് ആ സ്ഥലങ്ങൾ കഴിഞ്ഞ് പോകട്ടോ. അങ്ങനെ എനിക്ക് ഒറ്റ നല്ല സ്ഥലങ്ങളും വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ പോയി പിന്നെ ഒരു സ്ഥലത്തെത്തിയതിൻ്റെ ശേഷം ഞങ്ങൾ വണ്ടി നിർത്തിയിട്ടോ. പിന്നെ ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ്. ഒരു 8 മണിക്ക് കഴിക്കണം കേട്ടോ. അപ്പം രാവിലെ ഒരു 8 മണിക്ക് ആയപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. നല്ല തണുപ്പുണ്ടേനി ഇവിടെ. തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പുണ്ടേനി. നല്ല രസം ഉണ്ടായിട്ട് ഇവിടെ കാണാൻ. നല്ല തേയിലത്തോട്ടത്തിൻ്റെ ഇതിൽ ഞങ്ങൾ അവിടെ ഒരു ചെറിയൊരു തട്ടുകടി ഉണ്ടായിനി. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ചായ വാങ്ങിയിട്ട് നമ്മളിവിടെ പൊറാട്ടയും കറിയൊക്കെ കൊണ്ടുപോയിട്ടാ. അപ്പോൾ അവിടെ ഇരുന്ന് കുടിക്കണം. അപ്പോൾ ഞാൻ കുടിക്കണം. എൻ്റെ ആങ്ങളിങ്ങനെ 2ാമത്തെ ആങ്ങളേണ്ടത്. അപ്പോൾ ഓന് പിന്നെ ഡ്രസ്സൊക്കെ മാറി റെഡിയായി സെറ്റായി വന്നിക്കണേ. അപ്പോൾ എനിക്ക് വീഡിയോ ഒക്കെ എടുത്തിരും കേട്ടോ.
അപ്പോൾ അതാ നമ്മൾ പൊറോട്ടൊക്കെ ആകെ തണുത്ത് ആകെ ഒരു വിധയിക്കണേ. പാത്രം എന്താ ചെയ്യാ. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള പ്ലേറ്റും ഗ്ലാസ്സും ഒക്കെ നമ്മളതിനായിട്ട് കൊണ്ടുപോയിട്ട്, ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ഒന്നും പാടില്ല എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഉള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോയിക്കുന്നുണ്ട്. ഉച്ചക്കത്തുള്ള ഫുഡൊക്കെ നമ്മൾ കരുതിനി. അതിനിടയിൽ ഫ്രൂട്ട്സും കാര്യങ്ങളും ബിസ്ക്കറ്റും ഒക്കെ നമ്മൾ എടുത്തിന് കേട്ടോ. പിന്നെന്താണെന്ന് വെച്ചാൽ ഇമ്മാക്ക് എന്തായാലും ഹോട്ടലിലത്തെ ഫുഡ് പറ്റൂല. അപ്പം നമ്മൾ ഇതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതങ്ങനെ വീണ്ടും നമ്മൾ വണ്ടിയിലൊക്കെ കയറി പോവട്ടെ. മക്കളൊക്കെ നല്ല സന്തോഷത്തിലാണ് കേട്ടോ. അങ്ങനെ തന്നെ നമ്മളൊരു 8:30-8:45 ആയ സമയത്ത് ഊട്ടിയിലെത്തിയിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ പോയത് കർണാടക ഗാർഡൻ കാണാനാട്ടോ. അപ്പോൾ അവിടെ എൻട്രി ഫീസ് എടുക്കാനൊന്നും ആയിട്ടില്ല. 9 മണിക്കാണ് തോന്നുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം നമ്മൾ അവിടെ നിന്നിട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ആങ്ങളാർ ചോദിക്കണത് ചെടി കാണാനാണ് ഇങ്ങോട്ട് വന്നിട്ട്, ഇത്രയും ദൂരം വന്നുകൊണ്ട് ചെടി കാണാനാണോ അപ്പോൾ പോണത് എന്നാട്ടോ എൻ്റെ ചെറിയ ആങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നല്ല രസമുണ്ട് അതിൻ്റെ ഉള്ളിൽ കാണാനെന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഓർക്ക് ഇതൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ, ഈ ഇത് കാണാനൊന്നും. ഓർക്കിങ്ങനെ വേറെ ഉള്ളതൊക്കെയാണ് തോന്നുന്നുണ്ട് ഓർക്ക് ഇഷ്ടം കാണാൻ. ഇതൊന്നും അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല ഓർക്ക് കാണാൻ, ചെടി കാണാനും പൂക്കൾ കാണാനൊന്നും. അപ്പോൾ ഇതാ എൻട്രി ഫീസൊക്കെ എടുത്ത് നമ്മൾ ഉള്ളിലേക്ക് കയറിയിരിക്കണം കേട്ടോ. ഓരോരുത്തർക്ക് 100 രൂപേനിട്ട് എൻട്രി ഫീസ്. ഒരുപാട് കാണാണ്ടായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നടന്ന് കാണാൻ ഒരുപാടുണ്ട്. ഇനി നല്ല പച്ചപ്പേനിട്ട്, പച്ച വിരിച്ചൊരു മൈതാനം പോലെ എന്നൊക്കെ പറഞ്ഞ് നല്ല രസമുണ്ട് ഇനി കാണാൻ. അപ്പോൾ ഇതാ ഓരോരുത്തർക്കിങ്ങനെ ഫോട്ടോസ് എടുക്കലും വീഡിയോസ് എടുക്കലൊക്കെ എല്ലാവരും പല വഴിക്ക് തിരിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയപ്പം പിന്നെ ഞങ്ങൾ ഫാമിലി ഫോട്ടോസും ഒക്കെ എടുത്തു. നല്ല രസമുണ്ടായിന് കാണാൻ. അങ്ങനെ കുറേ നടന്ന് കണ്ട് ഏകദേശം ഒരു 11:30 വരെയൊക്കെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട്, എന്നിട്ട് ഒരു വെയിൽ പോലും ഇല്ല കേട്ടോ. നല്ല തണുപ്പിന്, നല്ല തണുത്ത കാറ്റും ഒക്കെ ഉണ്ടായിനി. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഫാമിലി ആയിട്ട് ഇങ്ങനെയൊക്കെ ഒരു ട്രിപ്പ് വരണേട്ടാ. ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഒരു ദിവസത്തേക്കെങ്കിലും മാറ്റി വെച്ചിട്ട് ഇങ്ങനെയൊക്കെ വരുമ്പം എല്ലാവർക്കും ഒരു മനസ്സിനൊരു സന്തോഷമല്ലേ, ഒരു മനസ്സൊക്കെ ഫ്രീ ആയിട്ട് കുറച്ച് നേരം നമ്മളെ കുടുംബത്തോടൊപ്പം ചിലവഴിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷം തന്നെയല്ലേ. അപ്പോൾ ഇതാ അങ്ങനെയൊക്കെ എപ്പോഴും ഇല്ലെങ്കിലും ഇടയ്ക്ക് ഒരു കൊല്ലത്തിലൊരിക്കലോ 6 മാസത്തിലൊരിക്കലോ അങ്ങനെ നമ്മൾ സാധാരണക്കാരായ ആൾക്കാർക്ക് ഇങ്ങനെ എപ്പോഴും പോകാൻ പറ്റിയില്ലെങ്കിലും ഇടയ്ക്കൊക്കെ നമ്മളെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊക്കെ മാറ്റി വെച്ചൊരു ട്രിപ്പൊക്കെ പോകുന്നത് നല്ലതാണ് കേട്ടോ. നമ്മളെ മനസ്സൊന്ന് ഫ്രീ ആയി ഒരു ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇതാ ഞങ്ങളിതാ കുറേ നേരമൊക്കെ അവിടെ ഇരുന്നു, കുറേയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് എനിക്ക് നല്ല ഇഷ്ടമായിട്ട്. നമ്മളെ ഈ ബൊട്ടാണിക്കൽ ഗാർഡനെക്കാട്ടി നല്ല രസമായിട്ടാണ് എനിക്കിവിടെ തോന്നിയത്. നല്ലൊരു പൂന്തോട്ടം കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടായിനി. അപ്പോൾ ഇതാ ഇവിടുത്തെ ഒരു ഗാർഡനൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഷോർട്സൊക്കെ ഞാൻ ഇട്ടിട്ട് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കി. പിന്നെ എന്താ ഇവിടെ ഒരു തൂക്കുപാലം പോലെ ഉണ്ടായിട്ടാ, മുകളിലൊരു പാല്, പിന്നെ അടിയിൽ ഇങ്ങനെ വെള്ളമൊക്കെ ഉണ്ടായിട്ട് നല്ല ഉയരത്തിലേനിട്ട് അത് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഇതുപോലെ അത് ചെറിയൊരു ആട്ടമൊക്കെ ഉണ്ടായിട്ട് ഞാൻ വിചാരിച്ചിട്ട് അതവിടെ ഉറപ്പിച്ച് വെച്ചതാണ്, ആട്ടമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ വലിയ ആളായിട്ട് വേഗം പോവട്ടെ മുന്നിൽ. എൻ്റെ കയ്യിലാണെങ്കിൽ ആങ്ങളുടെ ചെറിയ കുട്ടിയുണ്ട്. അങ്ങനെ പോയി നടുവിലെത്തിയപ്പോൾ ആ പാലത്തിനൊരു ആട്ടട്ടാ, ഞാനാകെ പേടിച്ച് കരച്ച്. പിന്നെ എനിക്ക് അവിടെ സ്റ്റക്കായിട്ട് എനിക്കൊരു തല കറങ്ങണ പോലെയൊക്കെ വന്നിട്ടോ.
പാലിങ്ങനെ ചെറിയൊരു ആട്ടമൊക്കെ വന്ന് പിന്നെ താഴത്തൊക്കെ നോക്കുമ്പോഴാണെങ്കിൽ എനിക്ക് നല്ല പേടി. അങ്ങനെ പിന്നെ വയസ്സിലാക്കൊക്കെ വന്നതിന് ശേഷം വയസ്സിലാക്കാൻ്റെ കയ്യിൽ ഞാൻ കുട്ടീനെ കൊടുത്തിട്ട് നാത്തൂൻ്റെ കയ്യും പിടിച്ചിട്ട് ഞാൻ മെല്ലെ 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 ഇറങ്ങി വന്നത്. എനിക്ക് നല്ല പേടിയായിന്. അപ്പോൾ ഒരു ബാലൻസൊക്കെ തെറ്റിയ പോലെ എനിക്ക് തോന്നിയിട്ട് കുറച്ച് നേരത്തിന് ആകെ സ്റ്റെക്കായി പോയി. പക്ഷേ ഒരു ആട്ടമൊക്കെ ഉണ്ട് കേട്ടോ അതിന്. പിന്നെ ഒരു പറഞ്ഞു ഇതിനൊരു ആട്ടമുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെയാണല്ലോ അത്. പിന്നെ അവിടെ എഴുതി വെച്ചിട്ട് അധികം ചാടാനും ഇതാക്കാനും ഇളക്കാനൊന്നും പാടില്ല എന്നൊക്കെ. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് അധികം ബേജാറായി. അങ്ങനെ ഇത് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട ഒരു 12 മണിയൊക്കെ ആയതോടുകൂടി ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഇതാ വേറൊരു സ്പോട്ടിലായിട്ട് ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് പഠിച്ചോനെ അവിടെ ഭയങ്കര തണുപ്പിട്ടാ, സഹിക്കാൻ പറ്റണില്ല. എവിടെ ഇറങ്ങിയാലും ഭയങ്കര തണുപ്പായിട്ട് നമുക്ക് ഒന്നിനും പറ്റുന്നില്ല. ഇത് സ്ഥലം കാണാൻ വന്നിട്ട് തണുത്ത് പറിച്ച് വണ്ടിയൊക്കെ ഓടി കയറി മട്ടാട്ടെ ഞങ്ങളെല്ലാ സ്ഥലത്തുനിന്ന് വണ്ടിയൊക്കെ വേഗം കയറി ഓടും. അങ്ങനെ പിന്നെ ഒരു 12:30 ആയപ്പോൾ ഇതാ ഫുഡ് കഴിക്കാന്നുള്ള പരിപാടിയിൽ എത്തിയിട്ടോ. പിന്നെ എന്തായാലും നമ്മൾ ബിരിയാണീനെ കൊണ്ടുവന്നത് എന്തായാലും കേട് വരില്ല എന്നുള്ളത് ഉറപ്പിന്. അത്ര തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട്. അപ്പോൾ അത് ആങ്ങളെ ബിരിയാണീൻ്റെ ദമ്മൊക്കെ പൊട്ടിച്ച് വിളമ്പാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പം നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊണ്ടു നിൽക്കണേ. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്നാണ്ട് ഫുഡ് കഴിക്കാനിട്ട് നല്ല രസം ഉണ്ടായിട്ട്. ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേറൊരു വൈബ് തന്നെ. ഇനി നല്ല തേയിലത്തോട്ടം അപ്പുറത്ത് നല്ല കോടൊക്കെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരിക. നല്ല രസം ഉണ്ടായിട്ട്. ആകാശമൊന്നും ശരിക്കും കാണണമെന്നില്ല. കോടൊക്കെ അങ്ങോട്ട് മൂടിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കൊണ്ട് ആ ഭാഗം മൊത്തം അങ്ങോട്ട് മൂടിയിട്ട് ഒന്നും കാണില്ല ഇനി. പിന്നെ ഞാൻ പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയെടുത്ത്. ഇതിനിടയിൽ നാത്തൂമാരൊക്കെ പാത്രം കഴുകിണ്ടിട്ടാണ്. നമ്മൾ പാത്രമൊക്കെ കൊണ്ടുവന്നതുകൊണ്ട് പിന്നെ നമുക്കിങ്ങനെ എടുക്കുമ്പോൾ എടുത്ത് കഴുകണമല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇത് വേറൊരു വൈബിനെ കേട്ടോ. നല്ല രസമുണ്ടേനി, നല്ല തണുപ്പുണ്ടേനി കേട്ടോ. വെള്ളത്തിനൊക്കെ നല്ല തണുപ്പ്, കയ്യകാനും ഒക്കെ നല്ല തണുപ്പുണ്ടേനി. അപ്പോൾ അതാ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ നമ്മൾ അവിടെ ഇങ്ങനെ നോക്കിയിരുന്നു. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അവിടുന്ന്. പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് പോന്നിട്ടാ. ഇത് ഊട്ടിയിൽ നിന്നൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 50 കിലോമീറ്ററൊക്കെ കഴിഞ്ഞുള്ളൊരു സ്ഥലമാണ് കേട്ടോ നമ്മൾ പോകുന്നതിൻ്റെത്. ഇവിടെ നല്ല രസമുള്ളൊരു സ്ഥലങ്ങളൊക്കെ ഉണ്ടായിട്ട് കാണാൻ വേണ്ടിയിട്ട്. സാധാരണ ഊട്ടി പോയാൽ റോസ് ഗാർഡന്, ബോട്ട് ഹൗസ്, ബൊട്ടാണിക്കൽ ഗാർഡൻ ഇവിടെയൊക്കെ നമ്മൾ പോവുക. ചോക്ലേറ്റ് ഫാക്ടറി, ടീ ഫാക്ടറി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിപ്രാവശ്യം അവിടെ ഒന്നും പോയിട്ടില്ല കേട്ടോ. ഒന്നാമത് നമ്മൾ അവിടെയൊക്കെ കണ്ടതുകൊണ്ട് നമ്മൾ അവിടെ ഒന്നും പോയിട്ടില്ല. ഇത് ഊട്ടിയിൽ നിന്ന് പിന്നെ 50 കിലോമീറ്റർ പോയതിൻ്റെ ശേഷം ഒരു ഉള്ളേരിക്കാട്ടോ നമ്മൾ പോയത്. ഇവിടെ നല്ല രസമുണ്ടായിനി കാണാൻ. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ വന്നപ്പോഴൊന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ വരുന്ന സമയത്തൊക്കെ ഈ ചോക്ലേറ്റ് ഫാക്ടറി, ബോട്ട് ഹൗസ് അവിടേക്കൊക്കെ ആട്ടെ പിന്നെ 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. അതിൻ്റെത് ഇവിടേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. നല്ല രസമുണ്ടായിരുന്നു ഇവിടെ കാണാൻ. ഇവിടെ ഇതുപോലെ തേയിലത്തോട്ടങ്ങളും ഇതൊക്കെ തന്നെയാണ് ഊട്ടിയിലുള്ളത്. പക്ഷെ കാണാൻ നല്ലൊരു രസമുണ്ടായിരുന്നു ഇവിടെയൊക്കെ. അപ്പോൾ നമ്മൾ കുറേ നടന്ന് പോവാണ്ടേനി. അപ്പോൾ കുറച്ച് ആൾക്കാരൊന്നും വണ്ടിയിൽ നിന്ന് ഇറങ്ങില്ല കേട്ടോ. എന്നോട് അറിഞ്ഞിച്ച് വ്ളോഗിലിട്ടാൽ മതി, അത് ഞങ്ങൾ കണ്ടുകൊണ്ട് ഇറങ്ങിയിട്ട് പിന്നെ വേറെ ഉള്ളവരൊന്നും വണ്ടിയിൽ നിന്ന് ഇറങ്ങില്ല. അപ്പോൾ ഞാനും നാത്തൂരും അനിയത്തിയും മാങ്ങളിയൊക്കെ ഞങ്ങളൊക്കെ ഇറങ്ങി ഇങ്ങനെ കുറേ നേരം നടന്നു. പിന്നെ ഒരു സ്ഥലത്തെത്തി. നല്ല രസമുണ്ട് ഇനി കാണാൻ. അപ്പോൾ മക്കളൊക്കെ വന്നിട്ട് ഇവിടേക്ക് ഞങ്ങളെ കൂടെ. മക്കൾക്കൊക്കെ നല്ല രസം. ഇടയ്ക്കൊക്കെ മക്കളൊക്കെ കൂട്ടി ഇങ്ങനെയൊക്കെ പുറത്തിറങ്ങുമ്പോൾ അവർക്കൊക്കെ കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയല്ലേ. നമ്മളെന്നും സ്കൂള് വീട് എന്ന് പറഞ്ഞല്ലേ നിൽക്കലേ. അപ്പോൾ ഇടയ്ക്കുള്ള ഒരു ഒഴിവ് ദിവസമൊക്കെ മക്കളല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ സ്കൂളൊക്കെ ലീവാക്കി ഇങ്ങനെ പോണതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും കുട്ടികളും ഹാപ്പിയാവും, നമ്മളും ഹാപ്പിയാവും. നമ്മളെ സന്തോഷമൊക്കെ ഒരു ദിവസത്തേക്കെങ്കിലും അതൊക്കെ ഒരു അനുഭവം വേറൊരു ലെവലൊക്കെ അല്ലേ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നടന്ന് കാണണ. നല്ല പുക അങ്ങോട്ട് മൂടിയിട്ട് നല്ല പുക ഇട്ട പോലെ ഇട്ട് നല്ല തീയിട്ട പോലെ ഇനി നല്ല തണുപ്പുണ്ടേനി ഇവിടെയൊക്കെ. പിന്നെ നമ്മൾ വെച്ചാൽ വേറെ സ്ഥലങ്ങളൊന്നും പോയിട്ടില്ല. ഒരു 2-3 സ്പോട്ട് ഇതുപോലെയുള്ള സ്ഥലത്തൊക്കെ ഇറങ്ങിയിട്ട് നമ്മളിങ്ങനെ ഫുഡ് കഴിക്കണോടത്ത് അവിടെ കുറച്ച് നേരം ഒന്ന് നടന്ന് കണ്ടു. പിന്നെ ഇവിടെയും കുറച്ച് നേരമൊക്കെ നടന്ന് കണ്ടു. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയിട്ടുണ്ടായില്ല. ഇപ്രാവശ്യം ടൗൺ ഏരിയക്കൊന്നും നമ്മൾ പോയിട്ടുണ്ടായില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇങ്ങോട്ട് കാണാൻ രസമുണ്ടായിരുന്നു. ഇത് ബോട്ട് ഹൗസിലും മറ്റേ ചോക്ലേറ്റ് ഫാക്ടറി അതിനെക്കാട്ടൊക്കെ കൂടുതലൊരു ഇത് തോന്നിയത് ഇവിടെ വന്നപ്പോഴാട്ടോ. ആകാശമൊക്കെ നീല കളറിൽ നല്ല രസമുണ്ടായിരുന്നു. എൻ്റെ ഫോൺ ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. പക്ഷെ നേരിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു.
അപ്പോൾ അതൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ ഞങ്ങളിങ്ങനെ തിരിച്ച് പോരുകയാണ്. കുറേ നടക്കും, കുറേ നിൽക്കും, കുറേ ഇരിക്കും, അങ്ങനെയൊക്കെ കേട്ടോ. നല്ല നടന്ന് കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോയിട്ട്. പിന്നെ ആളും മനുഷ്യനൊന്നും ഇല്ല കേട്ടോ, ആളും മനുഷ്യനൊന്നുമില്ല, ആരും ഇല്ലാത്തൊരു ഏരിയയാണ്. പിന്നെ അവിടെ നിന്ന് ഒരു 6 മണിയോട് കൂടിയൊക്കെ നമ്മൾ പോകുന്നിട്ടോ. ഒരു 6 മണി വരെയൊക്കെ ഇങ്ങനെ അവിടെ ചുറ്റിക്കറങ്ങിയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ പോന്നിക്കണേ. അങ്ങനെ പിന്നെ ഏകദേശം വൈകുന്നേരമൊക്കെ ആയി, ഇരുട്ടൊക്കെ ആയി ഇങ്ങനെ തുടങ്ങിയിട്ട്. എന്നിട്ടും തണുപ്പിനൊരു കുറവില്ല കേട്ടോ, നല്ല തണുപ്പ് കൂടി വരേനി. അങ്ങനെ ഊട്ടി ട്രിപ്പൊക്കെ നമ്മൾ നല്ല എൻജോയ് ചെയ്ത് ഉഷാറാക്കിയിട്ട് ഫാമിലീൻ്റെ കൂടെ വരുമ്പോൾ അത് വേറൊരു വൈബ് തന്നെയാണ്. ഇതിന് മുന്നൊക്കെ ഞങ്ങൾ മാത്രമായിട്ട് ഇനി പോയിൻ്റ് ചെയ്തിട്ട്, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഫാമിലി ആയിട്ട് പോണത്, അതൊരു വേറൊരു രസം തന്നെ. ഇനി അതൊക്കെ കഴിഞ്ഞ് വണ്ടിയിൽ പിന്നെ ലൈറ്റൊക്കെ ഓഫാക്കി, പിന്നെ സ്മോക്കും ഇതൊക്കെ ഇട്ടിട്ട് പാട്ടൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഓരോന്ന് തിന്നണം, അങ്ങനത്തെ കലാപരിപാടികളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നടന്നീന് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ ദൂരം പോയതിന് ശേഷം നമ്മളൊരു ഹോട്ടൽ കണ്ടപ്പോൾ അവിടെ നിർത്തി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ള ബാക്കിയുള്ള ബിരിയാണിയൊക്കെ ഹോട്ടൽക്കാർക്കൊക്കെ കൊടുത്തു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും നമ്മൾ ഇങ്ങനെ പോകുന്നു കേട്ടോ. ഊട്ടിനോട് തൽക്കാലം ബൈ ബൈ ഒക്കെ പറഞ്ഞു നമ്മൾ പോകുന്നു. പിന്നെ അവിടെ നിന്ന് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട്, ഇത് മൊട്ടക്കുന്ന തോന്നുന്നുണ്ട്, അവിടെ വണ്ടി നിർത്തിയതിൻ്റെ ശേഷം നമ്മൾ കുറച്ച് പൂത്തിരി മേശപ്പൂവൊക്കെ വാങ്ങിയിട്ട് അതൊക്കെ കത്തിച്ചു വണ്ടിക്ക് അവിടെ നിർത്തി അടിപൊളി സെറ്റാക്കി കളറാക്കിയിട്ടാണ്. എല്ലാവരും ആട്ടം പാട്ടും ഡാൻസൊക്കെ ആയിട്ട് അടിപൊളിയാക്കി എൻജോയ് ചെയ്ത് നമ്മൾ ഫാമിലി ഒക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ നല്ല അടിപൊളി വേറൊരു വൈബ് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞൊരു 12:45 ആയപ്പോഴാട്ടോ ഞങ്ങൾ വീട്ടിലെത്തിൻ്റെത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ, അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.